സ്വയം നിങ്ങളോട് തന്നെ പറയണം, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെയൊക്കെ ജീവിച്ചത് എന്ത് കാര്യം? ആലോചിക്കുക. ലോകത്തിലെ മഹത്തായ ഗ്രന്ഥങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചോളൂ. ആ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ പറയുന്നത്, അത് ഭാഗവതമാവട്ടെ, ഭഗവത്ഗീതയാവട്ടെ, മഹാഭാരതമാവട്ടെ, രാമായണമാവട്ടെ, ഖുർആൻ ആവട്ടെ, ബൈബിൾ ആവട്ടെ, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെയാണ് നീ, എന്റെ എനർജിയാണ് നീ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോടാനുകോടി ബീജങ്ങൾ സഞ്ചരിച്ച് ഒരു അണ്ഡവുമായി ചേരുമ്പോഴാണ് അവിടെ ഒരു മനുഷ്യ ജീവൻ ഉണ്ടാവുന്നത്. ആ ചേരുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു അപാരമായ പവർ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്. യെസ് ഓർ നോ എന്ന് വെച്ചാൽ ആ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആ ചൈതന്യമാണ് ശരിക്കും ജീവൻ എന്ന് പറയുന്നത്. ആ ചൈതന്യത്തെ നമ്മൾ എന്തുമാത്രം സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് പകരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇല്ലായ്മകളും വല്ലായ്മകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും പറഞ്ഞ് പലപ്പോഴും ആളുകൾ പരാതിപ്പെട്ടിയായിട്ട് മാറുന്നു. നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്?